ഞാനും ദശയും കൂടി പിന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം അന്ന് തൊട്ട് മുമ്പത്തെ ദിവസം എനിക്കൊരു സെറ്റ് മുണ്ട് നേരിയതും വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. പൊങ്കാലയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഉടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ്. അതിന് ഞങ്ങൾ പള്ളിമുക്കിൽ, ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് ഈ പള്ളിമുക്കിലുള്ള തൂമ്പാറ്റ് സിൽക്സ് എന്നുള്ള അവിടെയാണ് വന്നത്. അവിടെ വന്ന് അങ്ങനെ ഞാൻ സെറ്റ് മുണ്ട് നേരിയതും നോക്കി. എനിക്ക് ഈ ചെറിയ കരയുടെ സെറ്റ് മുണ്ട് നേരിയതുമായിരുന്നു വേണ്ടത്. അന്നേരം എനിക്ക് ഞാൻ നീല ബ്ലൗസാണ് ഇടാമെന്ന് തീരുമാനിച്ചത്. അന്നേരം അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞ് അവർ ചെറിയ കരയുടെ സെറ്റ് മുണ്ട് നേരിയതും എടുത്ത് കാണിച്ച് അങ്ങനെ നോക്കി എടുത്തുകൊണ്ട് നിന്നപ്പോൾ അവർ പല മോഡലിലുള്ള സെറ്റ് മുണ്ട് നേരിയതും ഒക്കെ എടുത്ത് കാണിച്ച്. അന്നേരം എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് ചെറിയ കരയുടെ ആ ഒരു സെറ്റ് മുണ്ട് നേരിയതുമാണ് വേണ്ടത്. അന്നേരം അവർ വീതി കൂടിയതും വീതി കുറഞ്ഞതും പിന്നെ അതിൽ പ്രിൻ്റൊക്കെ വരുന്നതും അങ്ങനെ പല മോഡലിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് കാണിച്ച് അപ്പോഴും എനിക്ക് വീതി കുറഞ്ഞ ആ കരയുടെ സെറ്റ് മുണ്ട് നേരിയതുമാണ് ഇഷ്ടപ്പെട്ടത്. അത് ഇതാണ്ട് ഈ ഒരു മോഡൽ ഇതാണ് ഞാൻ എടുത്തത്. അതിൻ്റെ പ്രൈസ് വരുന്നത് 469 രൂപയാണ്. 469 അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഉണ്ടോ നോക്കുന്നേ. 469. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്തത് എനിക്ക് ആ ഒരു സാരിയുടെ കളറ്, എനിക്കൊരു കുപ്പിവള, നീല കളർ കുപ്പിവള മേടിച്ചിടണമെന്ന് ആഗ്രഹം. കുപ്പിവളയൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി സത്യം പറഞ്ഞാൽ. എൻ്റെ ചെറിയ പ്രായത്തിലെങ്ങാണ്ട് ഇട്ടതാ. അപ്പോഴേ അങ്ങനെ ഞങ്ങളൊരു ഫാൻസി സ്റ്റോറിൽ വന്ന് ഇത് ഞങ്ങൾ സ്ഥിരം ഫാൻസി ഐറ്റംസ് വാങ്ങിക്കത്തില്ല. ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഇവിടെ ട്രാവൽസും ഉണ്ട്. അന്നേരം അതിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കുന്ന ഈ ഒരു കടയിൽ നിന്ന് അതും ഇവിടെ ഉള്ളതാണ്. അങ്ങനെ ആ ഫാൻസി സ്റ്റോറിൽ വന്ന് ഇത് വളയൊക്കെ കുപ്പിവളയുടെ ഇത് അവിടെ നിൽക്കുന്ന ആ ഒരു കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞ്. അന്നേരം അത് ആദ്യം ഈ ഒരു മോഡൽ കുപ്പിവളയല്ല, ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു രീതിയിലുള്ള വളയാണ് എടുത്ത് കാണിച്ചത്. അപ്പോഴും ഞാൻ പറഞ്ഞു ഇതല്ല, എനിക്ക് കുപ്പിവളയാണ് വേണ്ടത്. അങ്ങനെ ആ കൊച്ചങ്ങനെ പിന്നെ വേറെ വളയൊക്കെ എടുത്ത് കാണിച്ച്. അന്നേരം കമ്മലിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ തലയിൽ അല്ലേ ആ മുല്ലപ്പൂ കണക്ക് ഉണ്ടല്ലോ ഇത്. പറഞ്ഞത് ശരിയാണല്ലോ. കുപ്പികളെ ഈ പൂ പറഞ്ഞ പൂ മണവാ. ഇത് പ്ലാസ്റ്റിക് അല്ലേ? പൂവിനും അങ്ങനെ ഇതങ്ങനെ മേടിച്ച് വെച്ചാൽ. അന്നേരം അത് നീല കളർ കുപ്പിവള എടുത്ത് കാണിച്ച് പല കളറുണ്ടായിരുന്നു. അന്നേരം എനിക്ക് എൻ്റെ ആ ഒരു സെറ്റ് സാരിയുടെ അതേ ആ ഒരു നീലക്കരയുടെ വരുന്ന കുപ്പിവള തന്നെയായിരുന്നു കിട്ടിയത്. അന്നേരം ഇതിനകത്ത് ഈ കുപ്പിവള തന്നെ എൻ്റെ ചെറിയ പ്രായത്തിൽ ഇതിൽ ചെറിയ ഒരു ഗോൾഡ് കുത്ത് കണക്ക് വരുന്ന ഒരു മോഡൽ കുപ്പിവള ഉണ്ടല്ലേ, അതുണ്ടോയെന്ന് ചോദിച്ചപ്പം അവിടെ അതില്ലായിരുന്നു. അന്നേരം ഇതായിരുന്നു ഇത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട അതേ കളർ. എങ്കിലും എനിക്ക് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു കുപ്പിവളയൊക്കെ ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഇട്ടിട്ട് പോലും ഇല്ല. അന്നേരം ഇപ്പം ഇതിങ്ങനെ ഇടുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരു ആഗ്രഹം തോന്നിയാണ്. അങ്ങനെ പിന്നെ ആ കൊച്ചിതാ ഈ ഒരു വള കാണിച്ച്. പക്ഷേ അത് മറ്റേ കമ്പിയുടെ അങ്ങനത്തെ വളയാണ്.
അന്നേരം എനിക്ക് കുപ്പിവള തന്നെ മതിയായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു നീല കുപ്പിവള വാങ്ങിച്ച്. പിന്നെ അന്നേരം അപ്പോഴത്തേക്ക് ദശയ്ക്ക് കമ്മൽ വേണം, ചെറിയ കമ്മൽ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതേപോലത്തെ ജിമുക്ക 2 വാങ്ങിച്ച്. പിന്നെ മോതിരം വേണമെന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ച്. അങ്ങനെ ഞാൻ ഈ വള മാത്രമാണ് വാങ്ങിച്ചത്. അങ്ങനെ അവിടുന്ന് വളയും പിന്നെ ആ 2 സൈസ് ഒരു ജിമുക്കയും പിന്നെ 2 കയ്യിലിടുന്ന കൊച്ച് അവരൊക്കെ 2 ഇടാനായിട്ട് അങ്ങനത്തെ മോതിരവും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞാൻ എന്തായാലും സെറ്റ് മുണ്ട് നേരിയതും ഇതൊക്കെയല്ലേ, കുറച്ച് മുല്ലപ്പൂ കൂടി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ട് പൂവിക്കുന്നത് ഞങ്ങൾ കൂനമ്പായിക്കുളത്ത് തന്നെയുള്ള പൂവിക്കുന്ന കടയിൽ വന്ന് അവിടുന്ന് കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ട്. അന്നേരം കെട്ടിയ ആ ഒരു പൂ കുറച്ചുണ്ടായിരുന്നു, അതപ്പോഴത്തേക്ക് ഒരാൾക്ക് വാങ്ങിക്കാനായിട്ട് എടുത്തു വെച്ച്. അങ്ങനെ പിന്നെ ഞങ്ങൾ കെട്ടാത്ത മുല്ലപ്പൂവിൻ്റെ ആ ഒരു മൊട്ടാണ് വാങ്ങിച്ചത്. അതങ്ങനെ പറഞ്ഞ് അവരന്നേരം അതെടുത്ത് തന്ന്. പിന്നെ അത് വീട്ടിൽ വന്നതിന് ശേഷമാണ് അത് കെട്ടി എല്ലാം ഇത് മാലയൊക്കെ ആക്കിയത്. അങ്ങനെ പൂവും വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ പൊങ്കാലയ്ക്ക് തൊട്ടടുത്ത ദിവസം പിറ്റേ ദിവസം രാവിലെ പിന്നെ ഞങ്ങൾ രാവിലെ ട്രെയിനിലാണ് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയായിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അന്നേരം അമ്മയ്ക്ക് ഈ പൊങ്കാലയുടെ തലേ ദിവസം ഒന്ന് വീണ് അന്നേരം അമ്മയ്ക്ക് യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് പിന്നെ അപ്പുറത്തെ വീട്ടിലെ ശീല ചേച്ചിയുമായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ രാവിലെ പിന്നെ 5 മണിയാകുമ്പോഴത്തേക്ക് പോകണം. ട്രെയിനിലാണ് പോകുന്നത്. ഇവിടുന്ന് കൊല്ലം തിരുവനന്തപുരത്താണ് ആറ്റുകാൽ പൊങ്കാല. അന്നേരം കൊല്ലത്തുനിന്ന് ട്രെയിനിൽ പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അന്നേരം 5 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ ഓട്ടോ വരും. ഓട്ടോയിൽ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുന്ന് ട്രെയിനിൽ പോകാനാണ് പ്ലാൻ. അങ്ങനെ മുല്ലപ്പൂവൊക്കെ കെട്ടി വെച്ച് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷമായി. സത്യം പൂവൊന്നും വെക്കുന്ന ശീലമൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല. അന്നേരം ഇപ്പോൾ ഒരു ആഗ്രഹം, ഈ ഒരു സാരി സെറ്റ് സാരി മുണ്ടൊക്കെ കൊടുത്തിട്ട് പൂവൊക്കെ വെക്കണമെന്നുള്ള ഇത് വെച്ച് ഞാൻ വാങ്ങിച്ചതാണ്. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു പിന്നെ ഇതും പിന്നെ സാധനങ്ങളും എല്ലാം എടുത്ത് എല്ലാം ഒക്കെ റെഡിയാക്കി എല്ലാം വെച്ചതിന് ശേഷമാണ് കിടന്നുറങ്ങിയത്. കാരണം രാവിലെ അമ്മ പറഞ്ഞ് കുളിച്ചതിന് ശേഷം മാത്രം തേങ്ങ തിരിങ്ങിയാൽ മതി. അന്നേരം ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് അന്നേരം തേങ്ങ തിരിങ്ങുന്നത് മാത്രം രാവിലെ എണീറ്റിട്ട് കുളിച്ചിട്ട് വന്നിട്ട് തേങ്ങ തിരിങ്ങി അന്നേരം ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. ഇതിനകത്ത് അപ്പോഴും ഞാൻ പൊങ്കാലയ്ക്ക് പോകുന്നതിൻ്റെ ആ ഒരു വിശേഷങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ലെങ്ത് ആകുന്ന വീഡിയോ. അത് ഞാൻ അടുത്ത പാർട്ടായിട്ട് വീഡിയോ ആയിട്ട് ഇടാം. ഇതിലിപ്പം ഈ ഒരു തയ്യാറെടുപ്പുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസത്തത് ഞാൻ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അന്നേരം ഇതിൻ്റെ കലവും ബാക്കി കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എല്ലാം എടുത്ത് വെച്ച്. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അന്നേരം ഇനി അടുത്ത പാർട്ടുണ്ട്, പൊങ്കാലയ്ക്ക് പോയതിൻ്റെയും പൊങ്കാല ഇട്ടതിൻ്റെയൊക്കെ ആയിട്ട് അടുത്ത പാർട്ടുണ്ട്. അന്നേരം അത് ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സീ യു.